മസാല ബോണ്ടിൽ ഗുരുതരമായ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇ.ഡി. നോട്ടീസ് അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും ഭയപ്പെടുത്താനെന്ന് വി.ഡി. സതീശൻ. കരുവന്നൂരിൽ നിക്ഷേപ പണം തിരികെ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണം. പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും ബാങ്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് ഇ.ഡി. വിമർശനം. ഏകാദശി നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായി ഇന്ന് അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മസാല ബോണ്ടിൽ ഗുരുതരമായ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാ നടപടിക്രമങ്ങളും സർക്കാർ ലംഘിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മസാല ബോണ്ടിൽ ഇ.ഡി. നോട്ടീസ് അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും ഭയപ്പെടുത്താനാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഗുരുതരമായ അഴിമതി ഇതിന്റെ പുറകിലുണ്ട്. നടപടിക്രമങ്ങളുടെ ലംഘനം, ഭരണഘടനാ ലംഘനവും ഈ മസാല ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. പൈസക്ക് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാനുള്ള കേസല്ലത്, ഗൗരവമുള്ള കേസാണ്. ഏതോ ഒരു കിഫ്ബിയുടെ ഇതിനാണ് പോയത്, ബന്ധമില്ല എന്ന് പറയാൻ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇ.ഡി. എന്താണ് ഇപ്പൊ നോട്ടീസ് അയക്കാന്നുള്ള കാര്യം ഇ.ഡിയാണ് പറയേണ്ടത്. ഇത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സിപിഎമ്മിനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി സിപിഎം ഭയപ്പെടാറുണ്ട്. തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനിൽ ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് സിപിഎമ്മിനെ ഭയപ്പെടുത്തി അവിടെ അവരെ വിധേയരാക്കി ബി.ജെ.പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ ബി.ജെ.പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് സിപിഎം നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ഇ.ഡി. ചെയ്യില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പണം തിരികെ കിട്ടാനായിട്ടുള്ള കാത്തിരിപ്പ് നീണ്ടുപോകാൻ കാരണം ബാങ്കിന്റെ നടപടികളെന്ന് സൂചന. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും ബാങ്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് അറിയുന്നത്. ഇതുമൂലം നിയമക്കുരുക്കിൽപ്പെട്ട നിക്ഷേപകരാണ് വലയുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ പ്രശ്നപരിഹാരത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. തട്ടിപ്പ് അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തതാണ് പണം തിരികെ കിട്ടാനായിട്ടുള്ള നിക്ഷേപകരുടെ കാത്തിരിപ്പ് നീണ്ടുപോകാൻ ഇടയാക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യത്തിൽ ബാങ്കാണ് പ്രാഥമിക പരാതിക്കാരനെന്ന് PMLA അഥവാ പണമിടപാട് തടയൽ നിയമം കേസുകൾക്കായുള്ള പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ.ഡി. വ്യക്തമാക്കി. പിടിച്ചെടുത്ത സ്വത്തുക്കൾ ബാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ യോഗ്യരായ ഉപഭോക്താക്കൾക്ക് അവരുടെ നിക്ഷേപങ്ങൾ പുനഃസ്ഥാപിക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്നും ഇ.ഡി. അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. ഏകാദശി നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായി ഇന്ന് അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3-ന് തുറന്ന നട നാളെ രാവിലെയാവും അടയ്ക്കുക. ഏകാദശി പുണ്യം നേടാൻ വ്രതശുദ്ധിയോടെ 10,000 ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു. ഉപവസിച്ചും നാരായണ നാമം ചൊല്ലിയും ഗുരുവായൂരപ്പനെ ഭജിച്ച് 10,000 ദർശന പുണ്യം നേടി. പീലിത്തിരുമുടി ചാർത്തി പൊന്നോടക്കുഴലുമായി മന്ദഹാസത്തോടെ ആശ്രിത വത്സലനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഭക്തർക്ക് ദർശന പുണ്യമായി. ഇന്ന് ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയുള്ള വിളക്കാഘോഷമാണ്. ക്ഷേത്രത്തിൽ രാവിലെ നടന്ന ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസെൻ തിടമ്പേറ്റി. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ ശ്രീധരൻ കോലമേറ്റി. പല്ലശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് നാദസ്വരമുണ്ടായി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് കൊമ്പൻ ഇന്ദ്രസെൻ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലമേറ്റു. ദർശനത്തിനും പ്രസാദകൂട്ടിനും വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ VIP ദർശനം അനുവദിക്കാതിരുന്നത് സാധാരണ ഭക്തർക്ക് ഏറെ ഉപകാരമായി. ഏകാദശി വ്രതം എടുക്കുന്നവർക്കായി അന്നലക്ഷ്മി ഹാളിലും തെക്കേനടയിലെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പ്രത്യേക വിഭവങ്ങളോടെയുള്ള പ്രസാദകൂട്ട് രാവിലെ 9-ന് ആരംഭിച്ചു. ഗോതമ്പ് ചോറ്, രസക്കാളൻ, പുഴുക്ക്, ഉപ്പിലിട്ടത്, ഗോതമ്പ് പായസം എന്നീ വിഭവങ്ങളാണ് ദേവസ്വം ഒരുക്കിയത്. മീഡിയ ടൈം, ഗുരുവായൂർ. ആലുവയിലെ ദേശം പുരയാറിലെ വീട്ടിൽ നിന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുറത്തിറങ്ങിയ 5 വയസ്സുകാരൻ ഓടിയത് ഏകദേശം 3 കിലോമീറ്ററോളം. മംഗലപ്പുഴ പാലത്തിന് സമീപമുള്ള ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് എത്തി കുട്ടിയുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷം കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കൾക്ക് കൈമാറി.
ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു. പരിഭ്രാന്തിയിലായ വീട്ടുകാർ സമീപ പ്രദേശങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ആദ്യം അടുത്തുള്ള വീടുകളും വഴികളും പരിശോധിച്ചെങ്കിലും യാതൊരു സൂചനയും ലഭിക്കാതെ വന്നതോടെ നെടുമ്പാശ്ശേരി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ വ്യാപകമാക്കി. പോലീസും ബന്ധുക്കളും വീട്ടുകാരും ചേർന്ന കുട്ടിയെ തിരയുന്നതിനിടെ 3 കിലോമീറ്റർ ദൂരെയുള്ള ദേശം മംഗലപ്പുഴ പാലത്തിന് സമീപത്തു നിന്നും കുട്ടിയെ കണ്ടെത്തി. മംഗലപ്പുഴ പാലത്തിന് സമീപമുള്ള ഒരു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഒരു ചെറിയ കുട്ടി ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുന്നത് കണ്ട് സംശയം തോന്നിയ ഇദ്ദേഹം കുട്ടിയെ തടഞ്ഞു. പിന്നീട് കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചു. കുട്ടി ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ദേശം കാലടി റോഡിലൂടെ നടന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച സമയത്താണ് കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് എത്തി കുട്ടിയുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ച ശേഷം കുട്ടിയെ സുരക്ഷിതമായി രക്ഷിതാക്കൾക്ക് കൈമാറി. മീഡിയ ടൈം, ആലുവ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വെള്ളാങ്കല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു സംഭവം. കാറിൽ നിന്നും തീ കണ്ട് യാത്രക്കാർ ഇറങ്ങിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വെള്ളാങ്കല്ലൂർ സ്വദേശി വെളപ്പകത്ത് ബിനുവും മറ്റൊരാളുമാണ് കാറിലുണ്ടായിരുന്നത്. യാത്രക്കാർ ഇറങ്ങിയതിന് പിന്നാലെ കാർ പൂർണ്ണമായും കത്തുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിനു സമീപം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരി പുഴയിൽ മുങ്ങി മരിച്ചു. എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശി സുധീർ എന്ന 55 വയസ്സുകാരനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് അപകടം. സുഹൃത്തുമായി ഇവിടെ എത്തിയ സുധീർ പുഴയിൽ നീന്തുന്നതിനിടയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്ന് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. UDF കുഴൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. പാറപ്പുറത്ത് നടന്ന കൺവെൻഷൻ ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീടിന്റെ 4 അയൽപക്കത്തിലേറ്റു. അപ്പൊ ഇവിടെ കൊലയാളികൾക്ക് പാർട്ടി സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന, ലഹരി വ്യാപാരം നടത്തുന്നവരെ അംഗീകരിക്കുന്ന ഒരു പാർട്ടി സംസ്ഥാനം ഭരിക്കുമ്പോൾ ഈ സാമൂഹ്യ വിപത്തുകളിൽ നിന്നും, ഈ അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും, ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിന് മോചനം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ കൂടൂർ പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തുകളിലും ആളുകളെ വിജയിപ്പിക്കുക മാത്രമല്ല, കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ചു മുടിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണിക്കല്ലടിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകളെ ജോയ് AC അധ്യക്ഷത വഹിച്ചു. സാജു മണവാളൻ, V അബ്ദുൽ കരീം, NS വിജയൻ, ഹക്കീം ഇക്ബാൽ, അമൻ, ജെയ്സൺ ജേക്കബ്, താരിഖ് അൻവർ, P പത്മകുമാർ, ബിനു തോമസ് എന്നിവർ സംസാരിച്ചു. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാഴ്ചശീവേലി, പഞ്ചാരിമേളം, കുടമാറ്റം, ദീപാരാധന, നിറമാല, ഏകാദശി വിളക്ക് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഡിസംബർ 3-ന് ഉത്സവബലി, പള്ളിവേട്ട, കാഴ്ചശീവേലി, മേളം, 4-ന് ആറാട്ട്, കാർത്തിക ദീപക്കാഴ്ച, കാർത്തിക വിളക്ക് എന്നിവ നടക്കും. 5-ന് അയ്യപ്പന് വിളക്ക് ആഘോഷത്തോടെ ഉത്സവം സമാപിക്കും. മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഹോളി ഗ്രേസ് അക്കാദമി CBSE സ്കൂളിൻ്റെയും വാർഷികാഘോഷം ഹോളി ഫെയർ ഫീസ്റ്റ് ഡിസംബർ 3 മുതൽ 7 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സ്കൂൾ അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നടക്കുകയാണ്. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, ഹോളി ഗ്രേസ് അക്കാദമി എന്ന CBSE സ്കൂളിൻ്റെ ആനിവേഴ്സറി ആഘോഷവും ഇതിനോടനുബന്ധിച്ച് 6-ാം തീയതി നടക്കുകയാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി
ഫ്രഷ് ടു ഹോം എന്ന സ്ഥാപനത്തിൻ്റെ MD ശ്രീ മാത്യു ജോസഫ് ആണ് നിർവഹിക്കുന്നത്. വിവിധ കലാപരിപാടികളും സംഗീത പരിപാടികളും അതുപോലെ തന്നെ മത്സരങ്ങളും കലാപരിപാടികളും ഡാൻസ് അതിനോടനുബന്ധിച്ചുള്ള മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 3 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ടെക് ഫെസ്റ്റ് നടക്കും. 4:30 ഹോളി ഫിസ്റ്റയുടെ ഉദ്ഘാടനം ഫ്രഷ് ടു ഹോം OM മാത്യു ജോസഫ് നിർവഹിക്കും. തുടർന്ന് പ്രമുഖ സംരംഭകർ പങ്കെടുക്കുന്ന എൻ്റർപ്രണർഷിപ്പ് കോൺക്ലേവ് നടക്കും. ഡിസംബർ 4 വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ ജോയ് വർഗീസ് മുഖ്യാതിഥിയാകും. പത്രസമ്മേളനത്തിൽ സാനി എടാട്ടുകാരൻ, ഡോക്ടർ ജിയോ ബേബി, അമൽ ജെ വടക്കൻ, AS ചന്ദ്രകാന്ത് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടിയിൽ ലോക എയ്ഡ്സ് ദിനാചരണം നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സ് സെന്റർ ഡയറക്ടർ ജയൻ പട്ടത്ത് അധ്യക്ഷനായി. സുരേഷ് മുട്ടത്തി, സിജോ ജോസ്, മനു മോഹൻ, ഏഞ്ചൽ തോമസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ചലഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച PV രാമകൃഷ്ണൻ മെമ്മോറിയൽ അഖില കേരള വനിതാ ഷൂട്ടൌട്ട് മത്സരത്തിൽ സ്റ്റാർസ് ഓഫ് കേരള ജേതാക്കളായി. SH കോളേജ് 2ാം സ്ഥാനം നേടി. SH കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി അധ്യക്ഷനായി. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, MM ബെന്നി, MD ജെയിംസ്, ലിജോ കല്ലിങ്ങൽ, അശ്വതി സജിൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ മുൻ ദേശീയ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവീനർ TP രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ET ടൈസൺ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ KV രാജേഷ്, TK രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ആദ്യ ദിവസം വിഗ്രഹ ഘോഷയാത്ര, ആചാര്യവരണം, വിഗ്രഹ പ്രതിഷ്ഠ, മഹാത്മ്യപാരായണം, പ്രഭാഷണം എന്നിവ നടന്നു. ഇന്ന് ഭാഗവത പ്രാരംഭം, പുരാണ ഭാഗങ്ങൾ, സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷിത് ജനനം, സുഖാഗമനം, വിദുരോദ്ധവ സംവാദം, വരാഹാവതാരം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. സംഗമേശനാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 7 വരെയാണ് സപ്താഹ യജ്ഞം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളാങ്കലൂർ ഏരിയ വള്ളിവട്ടം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ലതിക ബ്രജേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി ദീജ ബാബു, രജനി ദ്വാരകനാഥ്, മിനി പ്രസന്നൻ, രമ്യ സനീഷ്, ഷീജ ഉണ്ണികൃഷ്ണൻ, മിനി രാരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മസാല ബോണ്ടിൽ ഗുരുതരമായ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ED നോട്ടീസ് അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും CPM-നെയും ഭയപ്പെടുത്താനെന്ന് VD സതീശൻ. കരുവന്നൂരിൽ നിക്ഷേപ പണം തിരികെ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണം. പിടിച്ചെടുത്ത വസ്തുവകകൾ തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും ബാങ്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് ED വിമർശനം. ഏകാദശി നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായി ഇന്ന് അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.